പവർ സീരീസിൽ നമുക്ക് പിന്നീട് അതിന്റെ സ്പെസിഫിക് ആയിട്ട് ടൈലർ സീരീസും മക്ലോറിൻ സീരീസും ഉണ്ട്. അതിനു മുമ്പ് ജനറൽ ആയിട്ട് എന്താണ് ഒരു പവർ സീരീസ് എന്ന് വെച്ചാല്, പവർ സീരീസ് ജനറൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കൺസെപ്റ്റ് പറഞ്ഞോളൂ. An infinite series of the form sigma I from 0 to infinity അല്ലെ 1 to infinity ഏതായാലും കുഴപ്പമില്ല, 0 to infinity a I into x raised to I ഈ ഫോമിലുള്ളത്, അല്ലെങ്കിൽ ഇത് വേറെയും പറയാറുണ്ട്, സിഗ്മ I from 1 to infinity I from 0 to infinity a I into x minus x0 the whole raised to I. ഇതാണെങ്കിൽ പവർ സീരീസ് അബൌട്ട് x equal to 0 ആണ്. ഇത് പവർ സീരീസ് അബൌട്ട് x equal to x0 ആണ്. അബൌട്ട് x equal to x0, ഇത് അബൌട്ട് x equal to 0. ഓക്കെ, രണ്ടിനും ഒരേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച്, അതായത് ഇപ്പൊ നിങ്ങളൊരു സീരീസ് തന്നിരിക്കുന്നത് സിഗ്മ I equal to 0 to infinity some 2 raised to I into x minus 3 all raised to I ഈ ഫോമിലുള്ളത് ആയാലും, സിഗ്മ I equal to 0 to infinity 2 raised to I into x raised to I ഫോമിലുള്ളതായാലും രണ്ടിനെ നമ്മൾ ഒരേ രീതിയിൽ തന്നെ നമുക്ക് കൺസിഡർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇൻഫൈനൈറ്റ് സീരീസ് ഓഫ് ദിസ് ഫോം, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണേ, പവർ സീരീസ് എന്ന് വിളിക്കുന്നത്. ഈ പവർ സീരീസിന്റെ കൺവേർജൻസ് നോക്കാനായിട്ട് അവിടെ നമ്മൾ മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡുകളാണ്, റേഷ്യോ ടെസ്റ്റും ഉപയോഗിക്കും, റൂട്ട് ടെസ്റ്റ് ഉപയോഗിക്കും. മെയിൻ ആയിട്ട് റേഷ്യോ ടെസ്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കൺവേർജൻസ് ഓഫ് പവർ സീരീസ്. ആരോടാ? എന്നോടാണോ? ആരാ ചോദിച്ചേ? ഇങ്ങോട്ട് ചോദിച്ചാണോ? അല്ലല്ലോ. കൺവേർജൻസ് ഓഫ് പവർ സീരീസ് ഞാനത് പറഞ്ഞു, റേഷ്യോ ടെസ്റ്റ് പറയുന്നുണ്ട്, അതുപോലെ നമ്മൾ റൂട്ട് ടെസ്റ്റും പറയും. റേഷ്യോ ടെസ്റ്റ് പ്രകാരം കൺവേർജൻസ് പറയാനായിട്ട് ഇത് സിഗ്മ I equal to 0 to infinity a I into x raised to I ഈ സീരീസ് നമുക്ക് ജസ്റ്റ് കൺസിഡർ ചെയ്യാം. അപ്പോ ഇങ്ങനെ ഒരു സീരീസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതില് a I by a I minus 1 ഇതിന്റെ ലിമിറ്റ് എടുക്കുക. ലിമിറ്റ് I tends to infinity a I by a I minus 1 മോഡുലസ് എടുക്കുക. മോഡുലസ് a I by മോഡുലസ് a I minus 1 ഇത് ഈക്വൽ ടു, നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒരു എൽ എന്നുള്ള ഒരു ക്വാണ്ടിറ്റി ആയിട്ട് പറയാം. ഇതിൽ 0 വരാം, ഇൻഫിനിറ്റി വരാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് നമ്പർ വരാം. അപ്പൊ ഇങ്ങനെ നമ്മൾ കിട്ടിക്കഴിഞ്ഞാല് ഈ എൽ ഈക്വൽ ടു, സോറി എൽ എന്നല്ല, ഇവിടെ നിന്ന് ആർ ഈക്വൽ നമുക്ക് യുകെ എൽ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എൽ ലെസ് ദാൻ, സോറി എൽ 0 ആണെങ്കിൽ, എൽ ഇൻഫിനിറ്റി ആണെങ്കിൽ, അല്ലെങ്കിൽ എൽ ഒരു ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ, ഈ കേസ് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ കൺവേർജൻസ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് ആർ ഈക്വൽ ടു 1/L എന്നൊരു ക്വാണ്ടിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യും. ആർ ഈക്വൽ ടു 1/L. ഈ ആറിന് പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. ഒന്നുകൂടെ ഞാൻ പറയാം. അപ്പൊ ഒരു പവർ സീരീസിന്റെ ടേമിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടേമാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. അതെന്താന്നുള്ളതാണ് പറയുന്നത്. അത് ആദ്യം റേഷ്യോ ടെസ്റ്റ് വെച്ചിട്ട് റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുന്നതാണ് ആദ്യം പറയുന്നത്. അപ്പൊ അതിങ്ങനെയാണ്, സിഗ്മ I from 0 to infinity ai into x raised to I എന്നുള്ള പവർ സീരീസ് ആദ്യം നമുക്ക് എടുക്കാം. ഇതില് ലിമിറ്റ് I tends to infinity മോഡ് ai by മോഡ് ai minus 1 അല്ലെങ്കിൽ ഒന്നിച്ച് മോഡുലസ് ആയിട്ട് പറഞ്ഞാലും മതി, അതിനെ L എന്ന് വിളിക്കും. ഈ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി L ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ R ഈക്വൽ ടു 1/L, അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാണ്ടിറ്റി, അതിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്. അപ്പൊ ഈ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്നാണ് ഈ ആറിന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകതകള് ഇങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഈ ആറിന്
ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഫോർ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ ആർ സീരീസ് കൺവേർജ് ചെയ്യും. മോഡുലസ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ആറിന് സീരീസ് ഡൈവേർജ് ചെയ്യും. ഓക്കെ, മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു ആറ് വരുന്ന കേസിൽ സീരീസ് കൺവേർജ് ചെയ്യാം, ഡൈവേർജ് ചെയ്യാം. അത് നമ്മൾ എക്സ്ട്രാ ചെക്ക് ചെയ്യേണ്ടി വരും. മോഡുലസ് ഓഫ് എക്സ് ഈക്വൽ ടു ആറ് വരുന്ന കേസിൽ സീരീസ് മേ കൺവേർജ് ഓർ ഡൈവേർജ്. അപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ അതിന്റെ കൺക്ലൂഷനിലേക്ക് പോകേണ്ടി വരും. ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണോ? ഇത് പറഞ്ഞ ക്ലിയർ ആണോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഞാൻ വേഗം ഒന്ന് പറഞ്ഞതാണ്. ഈ ഐഡിയ ക്ലിയർ ആണോ? ഈ ഡിഫൈൻ ചെയ്യുന്ന ആറിന് പറയുന്ന പേരാണ് റേഡിയസ് ഓഫ് കൺവെർജൻസ്. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യണോ എന്നാണ് ചോദിച്ചത്. ആരെങ്കിലും പറയൂ. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ ഇവിടെ നമ്മള് ഇതാണ് സീരീസ് എടുത്തത്. അതിന് പകരം സിഗ്മ I equal to 0 to infinity ai into x minus x0 all raised to I ഫോമിലുള്ള സീരീസ് ആയിരുന്നു നമ്മൾ എടുത്തതെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള സീരീസ് ആണ് നമുക്ക് തന്നേക്കുന്നതെങ്കിൽ അതിന്റെ കേസിലും ഇതുപോലെ തന്നെ നമ്മൾ ai by ai minus 1ന്റെ ലിമിറ്റ് കണ്ടുപിടിച്ച് L എഴുതി r equal to 1/L എന്ന് പറയുന്നത് തന്നെയാണ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. ഇത് കൺവേർജ് ചെയ്യുന്ന കേസ് വരുന്ന മോഡുലസ് ഓഫ് x minus x0 ലെസ് ദാൻ r വരുമ്പോൾ കൺവേർജ് ചെയ്യും. മോഡുലസ് ഓഫ് എക്സ് മൈനസ് x0 ഗ്രേറ്റർ ദാൻ r വരുമ്പോൾ ഡൈവേർജ് ചെയ്യും. പിന്നെ ഈക്വൽ ടു വരുന്ന കേസിൽ നമുക്ക് ഇൻകൺക്ലൂസീവ് ആണ്, നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിൽ അതിന്റെ കൺവേർജൻസ് ഡൈവർജൻസ് ചെക്ക് ചെയ്യേണ്ടത്. എനിവേ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുന്നത് സെയിം തന്നെയാണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ നമുക്ക് റൂട്ട് ടെസ്റ്റും പറയാം. റൂട്ട് ടെസ്റ്റ് ആണ് പറയുന്നതെങ്കിൽ ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇതേപോലെ തന്നെയാണ് നമ്മൾ പോരുന്നത്. എല്ല് കണ്ടുപിടിക്കുന്നതിന്റെ മെത്തേഡ് ഇതല്ല. എന്തായിരിക്കും? റൂട്ട് ടെസ്റ്റ് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ റേഷ്യോ ടെസ്റ്റിന് പകരം റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ പോകും. റൂട്ട് ടെസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും? ലിമിറ്റ് I tends to infinity ai the whole raised to 1/I modulus ai മോഡുലസ് ai the whole raised to 1/I കണ്ടുപിടിക്കുക. അതിനെ L എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ബാക്കിയൊക്കെ ഇത് L കണ്ടുപിടിക്കാനായിട്ട് ഇത്രേ ഉള്ളൂ. റേഷ്യോ ടെസ്റ്റ് ആണോ റൂട്ട് ടെസ്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ പ്രോബ്ലം നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യും. അതിനുശേഷം റൂട്ട് ടെസ്റ്റ് ആണെങ്കിൽ L കണ്ടുപിടിക്കാനായിട്ട് മോഡ് ai raised to 1/I ഈക്വൽ ടു ഇതിനെയാണ് L ആയിട്ട് എടുക്കുന്നത്. അതേസമയം റേഷ്യോ ടെസ്റ്റിലാണെങ്കിൽ മോഡ് ai ബൈ മോഡ് i മൈനസ് 1ന്റെ ലിമിറ്റ് ആണ് L ആയിട്ട് എടുക്കുന്നത്. ഇത്രയും മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. മനസ്സിലാവുന്നോ? ഓക്കെ, അപ്പൊ ഞാനൊരു പ്രോബ്ലം പറയാം. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ടാണ് ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കണേ. ഫൈൻഡ് റേഡിയസ് ഓഫ് കൺവേർജൻസ് അങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഫോർ വാട്ട് വാല്യൂസ് കൺവേർജ് എന്നുള്ള രീതിയിലും ചോദിക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എഴുതാൻ പോവാണ്. ഫൈൻഡ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് സിഗ്മ I from 0 to infinity x raised to I divided by I factorial. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെ പറഞ്ഞു തുടങ്ങണം? This is of the form, this is a power series of the form. ഏത് ഫോമിലുള്ള പവർ സീരീസ്? സിഗ്മ I from 0 to infinity ai into x raised to I, where ai equal to ഏതാണ്? 1/I factorial ആണ്. ഓക്കെ, സോ ai minus 1 എന്തായിരിക്കും? 1/I minus 1 factorial ആയിരിക്കും. സോ ലിമിറ്റ് I tends to infinity modulus of ai divided by ai minus 1 എന്തായിരിക്കും?
ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി. മോഡുലസ് എടുക്കണ്ട, ഫാക്ടോറിയൽ ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്, നമുക്ക് പ്രത്യേകിച്ച് മോഡുലസിന്റെ ആവശ്യമില്ല. എ ഐ എന്ന് പറയുമ്പോൾ 1/i ഫാക്ടോറിയൽ ആണ്, ഡിവൈഡഡ് ബൈ, അപ്പൊ ഞാൻ റെസിപ്രോക്കൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ, ഇൻറ്റു i-1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 എന്ന് വരും. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി 1/i ഫാക്ടോറിയൽ എന്ന് വരും. ബിക്കോസ് i ഫാക്ടോറിയൽ, സോറി i ഫാക്ടോറിയൽ അല്ല, i എന്ന് വരും. കാരണം നമുക്കറിയാം i ഫാക്ടോറിയൽ എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? i ഇൻറ്റു i-1 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ പറ്റുമല്ലോ അല്ലെ? n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n ഇൻറ്റു n-1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. സോ ആ ഒരു ഫോമിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ i-1 ഫാക്ടോറിയൽ ക്യാൻസൽ ആയപ്പോൾ ഇത്രയായിരിക്കും ഉണ്ടാവുക. ഇവിടെ i ടെൻസ് ടു ഇൻഫിനിറ്റി വന്നപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു എന്ത് വരും? റേഡിയസ്, സോറി, ലിമിറ്റ് ഈക്വൽ ടു എന്തെന്നാ പറയണേ? 0. So this implies L equal to 0. Implies radius of convergence കണ്ടുപിടിക്കാനായിരുന്നു ചോദിച്ചിരുന്നത്. Radius of convergence R equal to എന്ത് വരും? 1/L ആണ്, equal to 1/0 equal to എന്ത് വരും? ഇൻഫിനിറ്റി. ഇത് മനസ്സിലായോ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്, ഇത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു വെച്ചു, ഫൈൻഡ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് സിഗ്മ i equal to 0 to infinity x-1 all raised to i by i factorial ആണെങ്കിൽ ഈ ക്വസ്റ്റ്യനകത്ത് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുമോ? ഇങ്ങനെയാണെങ്കിലും റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ത് തന്നെയായിരിക്കും. കാരണം എന്താ? ദിസ് ഈസ് ഓഫ് ദ ഫോം നമ്മൾ എങ്ങനെ പറയും? ദിസ് ഈസ് എ പവർ സീരീസ് ഓഫ് ദ ഫോം സിഗ്മ i equal to 0 to infinity ai into x minus x0 all raised to i വരും. വേറെ ai equal to 1/i ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെയാണ്. അപ്പൊ നമുക്ക് ഫൈനൽ ആൻസർ റേഡിയസ് ഓഫ് കൺവേർജൻസ് r equal to ഇൻഫിനിറ്റി എന്ന് തന്നെ നമുക്ക് കിട്ടും. മനസ്സിലായോ? ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലോ, ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എക്സ്, എന്താ വ്യത്യാസം എന്ന് ഞാൻ പറയാം. ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എക്സ് സിഗ്മ i equal to 0 to infinity i by i plus 1 into x raised to i converge. എന്താ വ്യത്യാസം? റേഡിയസ് ഓഫ് കൺവേർജൻസ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെ വാല്യൂസ് ഓഫ് എക്സിനാണ് കൺവേർജ് ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് പ്രൊസീഡ് ചെയ്യുന്നത്. ഇതും നമുക്ക് റേഷ്യോ ടെസ്റ്റ് വെച്ച് തന്നെ പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, ദിസ് ഈസ് ഓഫ് ദ ഫോം, ദിസ് ഈസ് എ പവർ സീരീസ് ഓഫ് ദ ഫോം സിഗ്മ i from 0 to infinity ai into x raised to i, where ai equal to i divided by i plus 1 ആണ്. This implies ai minus 1 എന്തായിരിക്കും? i minus 1 divided by i minus 1 plus 1 എന്ന് പറയുമ്പോൾ i വരും. Okay, this implies ai by ai minus 1 എന്തായിരിക്കും? i by i plus 1 റെസിപ്രോക്കൽ വെച്ചും ഇതിന്റെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, i by i minus 1. So equal to എന്ത് വരും? i square divided by i square minus 1. സോ ലിമിറ്റ് എടുക്കേണ്ടി വരുമ്പോൾ എന്തായിരിക്കും വരിക? മോഡുലസ് വരിക എന്ന് പറയുമ്പോൾ ഇതിന്റെ മോഡുലസ് ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. i എന്തായാലും ലാർജ് ആവുമ്പോൾ മോഡൽ i സ്ക്വയർ മൈനസ് 1 ഒക്കെ പോസിറ്റീവ് തന്നെ ആയിരിക്കും വരിക. സോ i സ്ക്വയർ ബൈ i സ്ക്വയർ മൈനസ് 1 എന്ന് തന്നെ വരും. ദിസ് ഇംപ്ലൈസ് L ഈക്വൽ ടു ലിമിറ്റ് i ടെൻസ് ടു ഇൻഫിനിറ്റി mod ai by mod ai minus 1 equal to limit i tends to infinity i square by i square minus 1 എന്ന് വരും.
ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുക്കാനായിട്ട് ഐനെ ഔട്ട്സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയുക. സോ ദാറ്റ്സ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ലിമിറ്റ് ഐ ടെൻസ് ടു ഇൻഫിനിറ്റി ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഐ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1 ബൈ ഐ സ്ക്വയർ എന്ന് വരും. സോ ഐ സ്ക്വയർ ക്യാൻസൽ ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 1 ബൈ 1 മൈനസ് 0 എന്ന് വരും. 1 ആ വരണം. സോ ദിസ് ഇംപ്ലൈസ് radius of convergence r equal to 1 by L equal to 1 by 1 equal to 1 implies the series converges for modulus of x less than 1, diverges for mod x greater than 1. നമ്മളോട് എപ്പോഴൊക്കെയാണ് കൺവേർജ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത്രയും വരെ എഴുതി നിർത്താൻ പറ്റില്ല, കാരണം ഇനിയും കൺവേർജ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേതാണ്? നമ്മളോട് ഈ ക്വസ്റ്റിന്റെ അത് ചോദിച്ചേക്കുന്ന ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എക്സ് ദ സീരീസ് കൺവേർജസ് എന്നാണ്. മോഡ് എക്സ് ലെസ് ദാൻ 6 വരുമ്പോ, ഇവിടെ ആറിന്റെ വാല്യൂ 1 ആ വന്നിരിക്കുന്നത്. അപ്പൊ മോഡ് എക്സ് ലെസ് ദാൻ 1 വരുമ്പോ കൺവേർജ് ചെയ്യുന്നു. അത്രയും മാത്രം പറഞ്ഞാൽ പോരാ, ഏത് കേസിലും കൂടി ഇനി കൺവേർജൻസിന്റെ പോസിബിലിറ്റി ഉണ്ട്. ഓൾസോ വെൻ മോഡ് എക്സ് ഈക്വൽ ടു 1 കൂടെ എടുക്കണം. മോഡ് എക്സ് ഈക്വൽ ടു 6 എന്ന് വരുന്ന കേസിൽ കൺവേർജ് ചെയ്യുകയോ ഡൈവേർജ് ചെയ്യുകയോ ആവാം. നമ്മളത് സെപ്പറേറ്റ്ലി ടെസ്റ്റ് ചെയ്തും ചെക്ക് ചെയ്ത് നോക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആയിരുന്നെങ്കിൽ ഇവിടെ വെച്ച് നിർത്താമായിരുന്നു. നമ്മളോട് റേഡിയസ് ഓഫ് കൺവേർജൻസ് നല്ല ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇനി ഈ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 6 അല്ലെങ്കിൽ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 1 വരുന്ന കേസിലും കൂടെ നമ്മൾ വീണ്ടും മുന്നോട്ട് പ്രൊസീഡ് ചെയ്യണം. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഞാൻ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണ് സർ. ഓക്കെ, അപ്പൊ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 1 വരാം -1. രണ്ട് കേസും സെപ്പറേറ്റ് എടുക്കണം. അപ്പൊ ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഇങ്ങനെയാണ്. വെൻ എക്സ് ഈക്വൽ ടു 1 ദ സീരീസ് ബിക്കംസ്, സീരീസ് എന്തായിട്ട് മാറും? എക്സിന്റെ വാല്യൂ 1 ആണ്, സീരീസ് എന്തായിട്ട് മാറും? സിഗ്മ I from 0 to infinity I by I plus 1 എന്ന് വരും. ശരിയല്ലേ? ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, which is of the form sigma ai. ഇതിന്റെ കൺവേർജൻസ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ജോമെട്രിക് സീരീസോ ith ടൈം ടെസ്റ്റോ റേഷ്യോ ടെസ്റ്റോ റൂട്ട് ടെസ്റ്റോ കമ്പാരിസൺ ടെസ്റ്റോ ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈ സീരീസിന്റെ കൺവേർജൻസ് പറയണം. ഇവിടെ ഏത് വെച്ചിട്ടായിരിക്കും ഇതിന്റെ കൺവേർജൻസ് പറയാനായിട്ട് പറ്റുക? ith ടൈം ടെസ്റ്റ് എഴുതിയാൽ മതിയോ അല്ലേ? വേർ ai ഈക്വൽ ടു I by I plus 1 ആണ്. ലിമിറ്റ് ai ഈക്വൽ ടു എന്താണ്? ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി I by I plus 1 എന്ന് വരും. ലിമിറ്റ് I ടെൻസ് ടു ഇൻഫിനിറ്റി I by I into 1 plus 1 by I വരും. ഈക്വൽ ടു 1 നോട്ട് ഈക്വൽ ടു 0 വരും. സോ എന്തായിരിക്കും? ദ സീരീസ് ഡൈവേർജസ് എപ്പോഴാ? വെൻ when x equal to 1. ഇത് കിട്ടിയോ? ഇത് മനസ്സിലായോ? എല്ലാ കേസിലും ith ടൈം ടെസ്റ്റ് ആണോ ഉപയോഗിക്കുന്നത്? അല്ല. നമുക്കിപ്പോ ഈ പ്രോബ്ലം നോക്കിയപ്പോ ഇതിന്റെ അകത്ത് നമുക്ക് വരുമ്പോ എന്താ പറയാ, എന്താണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോ സീരീസ് നമുക്ക് എക്സിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ഇൻഫിനിറ്റ് സീരീസ് ആണ്. ആ സീരീസിന് നമുക്ക് ഏത് ടെസ്റ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മുടെ ഇപ്പോഴത്തെ പ്രോബ്ലത്തിനകത്ത് ith ടൈം ടെസ്റ്റ് തന്നെയായിരുന്നു. ഇതേപോലെ തന്നെ നമുക്ക് ഓൾസോ വെൻ എക്സ് ഈക്വൽ ടു -1, എക്സിന്റെ വാല്യൂ -1 വരുമ്പോ സീരീസ് I equal to 0 to infinity I by I plus 1 into -1 raised to I ആണ്. ഇവിടെയും നമുക്ക് എന്ത് തന്നെ പറയാൻ പറ്റും? ഞാൻ ഇല്ല വരാം.
ഇത് സിഗ്മ എ ഐ ഫോമിലാണ്. വേറെ എ ഐ മോഡ് എ ഐ എന്ന് പറയുമ്പോൾ i/i+1 ആണ്. ഇംപ്ലൈസ് ലിമിറ്റ് എ ഐ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 വരും. സോ എന്തായിരിക്കും ദ സീരീസ്? ഓക്കെ, മോഡ് എ ഐ നമ്മൾ പറയേണ്ടത്, സോറി, ദിസ് ഇസ് ഓഫ് ദ ഫോം സിഗ്മ എ ഐ. ഇത് ഇനി കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ നിങ്ങൾ പറഞ്ഞേ? എങ്ങനെ? ഇതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയല്ലേ വരിക. അതായത് 1/i=0 വരുമ്പോ ഇത് ഏതാ സീരീസ് വരുന്നത് നിങ്ങളൊന്ന് നോക്കിയേ. ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ 0 ആണ്. ഐയുടെ വാല്യൂ 1 വരുമ്പോ ഈ സീരീസ് ഏതാന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ പറഞ്ഞേ. ഈക്വൽ ടു എങ്ങനെ വരും? ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ മൊത്തം 0 ആണ്. ഐയുടെ വാല്യൂ 1 വരുമ്പോഴോ -1/2, പിന്നെ +1/3, -1/4, ഇങ്ങനെയല്ലേ വരിക? സോറി 1 അല്ലല്ലോ, സോറി i/i+1 അല്ലേ? അപ്പൊ എങ്ങനെ പറഞ്ഞേ? 0 പ്ലസ് പിന്നെ പ്ലസ് അല്ലല്ലോ, മൈനസ് 1/2 പ്ലസ് 2/3 മൈനസ് 3/4 പ്ലസ് 4/5 മൈനസ് എക്സെട്ര, ഇങ്ങനെ പോകുന്നു. ഈ സീരീസ് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ? എന്തെങ്കിലും ഐഡിയ പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇത് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്ന്? ഇതൊരു ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് അല്ലേ? ഈ സീരീസ് എങ്ങടാ പോകുന്നേ ടേം? ഈ സീരീസിന്റെ nth ടേം എന്താണ്? അല്ലെങ്കിൽ ith ടേം? ഇതിന്റെ ith ടേം i/i+1 ഫോമിലാണ്. പ്ലസ് ഓ മൈനസ് ഉണ്ടാവും, ശരിയല്ലേ? എന്തായാലും ith ടൈം ഇങ്ങനെ വരുന്നുള്ളത് കൊണ്ട് ഇതിന്റെ ലിമിറ്റ്, ith ടൈമിന്റെ ലിമിറ്റ് എന്തേ വരുള്ളൂ? എന്തായിരിക്കും വരിക? +or-1 ആയിരിക്കും. നോട്ട് ഈക്വൽ ടു 0 അല്ലേ നോക്കിയേ. ലിമിറ്റ് ai 0 വരുമോ ഇവിടെ? ലിമിറ്റ് ai 0 വരുമോ? പറഞ്ഞ് മനസ്സിലായില്ല? ആരൊന്നും മിണ്ടണില്ല, കേൾക്കണില്ല ഞാൻ പറയണേ. ഇതിന്റെ ith ടേം എന്ന് പറയുന്നത് പ്ലസ് ഓ മൈനസ് വരാം, പോസിറ്റീവ് നെഗറ്റീവ് വരാം. -1/i എന്നാണ്. സോ +or-i/i+1 ആണ്. അപ്പൊ ലിമിറ്റ് ai കൺസിഡർ ചെയ്യുമ്പോൾ i/i+1, അതിനൊരു പ്ലസ് ഓ മൈനസ് സൈൻ വേറെ ഉണ്ടാവുമെങ്കിലും i/i+1 ആണ്. അതൊരിക്കലും 0 വരില്ല എന്നുള്ളത് കൊണ്ട് ഈ സീരീസ് എന്താവില്ല? സെയിം ith ടൈം ടെസ്റ്റ് പ്രകാരം
ith term test series diverges. ഇപ്പൊ x equal to 1-ലും -1-ലും സീരീസ് ഡൈവേർജിങ് ആണ്, implies the series converges only when mod x less than 1 or mod x less than 1 എന്ന് പറയുന്നതിനെ -1 less than x less than 1 ഇങ്ങനെ വേണമെങ്കിലും പറയാം. എന്തോ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് അവിടെ ഉണ്ടായോ എന്ന് എനിക്കൊരു സംശയം. നിങ്ങൾ ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യണില്ല. ഞാൻ പറയണ കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കണുണ്ട്, പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അതുകൊണ്ടല്ലേ ഈ ഒരു ഭാഗം പറഞ്ഞത് നമ്മൾ സാധാരണ പ്രോബ്ലത്തിന്റെ അത് ഉപയോഗിക്കാത്തതാണ്. അപ്പൊ ഇത് കൺഫ്യൂഷൻ വരരുത്. പക്ഷേ ith ടൈം 0 ആവുന്നില്ല എന്ന് പെട്ടെന്ന് മനസ്സിലാക്കിയാൽ മതി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ രണ്ടും പ്രോബ്ലവും പറഞ്ഞത് റേഷ്യോ ടെസ്റ്റ് പ്രകാരം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. റൂട്ട് ടെസ്റ്റ് പ്രകാരം ചെയ്യേണ്ട ക്വസ്റ്റ്യൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക, ഫൈൻഡ് നമുക്ക് റേഡിയസ് ഓഫ് കൺവേർജൻസ്. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞ ഐഡിയ മനസ്സിലായല്ലോ. ഒന്നെങ്കിൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുക എന്നുള്ള രീതി ചോദിക്കാം, അല്ലെങ്കിൽ ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എക്സ് ദ സീരീസ് കൺവേർജൻസ് എന്ന് ചോദിക്കാം. റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണെങ്കിൽ എൽ കണ്ടുപിടിച്ചാൽ മതി, അവിടെ വെച്ച് നിർത്താം. അതായത് ഇവിടെ വെച്ച് നമുക്ക് നിർത്തായിരുന്നു. പിന്നെ എക്സിന്റെ വാല്യൂ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 6 എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് ഫർദർ സിംപ്ലിഫൈ ചെയ്യണ്ട. ബട്ട് ഫോർ വാട്ട് വാല്യൂസ് ഓഫ് എക്സ് എന്നാണെങ്കിൽ നമ്മൾ അവിടുന്ന് വീണ്ടും മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 6 വരുന്ന കേസിൽ, അതിപ്പോ നമുക്ക് ഇവിടെ ആണെങ്കിൽ മോഡ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 1 ആവുമ്പോഴും എക്സിന്റെ വാല്യൂ -1 ആകുമ്പോഴുമുള്ള ഇൻഫൈനൈറ്റ് സീരീസുകൾ കൺസിഡർ ചെയ്ത് അത് സെപ്പറേറ്റ് നോക്കേണ്ടി വരും. ആ ഐഡിയ അത് ക്ലിയർ ആയല്ലോ അല്ലെ? ഓക്കെ സർ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഫൈൻഡ്, ഞാൻ മൊത്തം ചെയ്യുന്നില്ല, ഫൈൻഡ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് സിഗ്മ I from 1 to infinity x raised to I divided by 2 plus 1 by I all raised to I. ഇത് ഏത് ഫോമിലാണ്? സിഗ്മ ai x raised to I ഫോമിലുള്ളതാണ് അല്ലേ? വേർ ai equal to 1 by 2 plus 1 by I all raised to I ആണ്. സോ ഇത് നമുക്ക് മോഡ് എ ഐ റേസ് ടു 1 by I ചൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ എന്തായിരിക്കും വരിക? എന്ത് വരും? ഇത്രയല്ലേ വരുള്ളൂ. ഓൾ റേസ് ടു 1 by I എടുത്തു കഴിഞ്ഞാൽ ഐ ക്യാൻസൽ ആയി പോയിട്ട് പവർ ക്യാൻസൽ ആയി പോകും. 2 plus 1 by I എന്ന് എഴുതാൻ പറ്റുമല്ലോ. 1 by 2 plus 1 by I. ഇത് ഡയറക്റ്റ് കുഴപ്പമില്ലത്. ക്ലിയർ ആയില്ലേ? L equal to, this implies L equal to limit I tends to infinity mod ai raised to 1 by I equal to limit I tends to infinity 1 by 2 plus 1 by I എന്ന് വരും, equal to 2 വരും. സോ റേഡിയസ് ഓഫ് കൺവേർജൻസ് അപ്പൊ എന്തായിരിക്കും? സോറി 2 അല്ല 1 by 2. equal to 2 അല്ല, equal to 1 by 2. equal to 1 by 2. This implies radius of convergence R equal to 1 by L equal to 1 by 1 by 2 equal to 2 എന്ന് വരും. ഇത് മനസ്സിലായോ? അതായത് റേഷ്യോ ടെസ്റ്റ് തന്നെ വേണമെന്നില്ല, റൂട്ട് ടെസ്റ്റും ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? അടുത്ത ഇതിലേക്ക് പൊക്കോട്ടെ. ക്ലിയർ ആയി സർ. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു പവർ സീരീസ് തന്നേക്കാണെങ്കിൽ ആ പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് വിത്തിൻ ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് within the radius of convergence
we can differentiate or integrate a power series. A power series term by term. എന്ന് പറഞ്ഞാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങളിപ്പോ ശരി ഒരുപക്ഷെ ചിലപ്പോൾ എന്നോട് ഡൗട്ട് ചോദിച്ചതിന്റെ ഇത് ചോദിച്ചിട്ടുണ്ടായില്ല. അതായത് നമ്മൾ റേഡിയസ് ഓഫ് പവർ സീരീസ് പറയുമ്പോൾ എന്താണ് ഒരു പവർ സീരീസ് ജനറലി പറയും, പിന്നെ അവിടെ നമ്മൾ ടേലർ മക്ലോറിൻ സീരീസ് വെച്ച് മാത്രം അതങ്ങ് പോകും. പക്ഷെ നമ്മൾ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ. നമുക്കിപ്പോ ഒരു പവർ സീരീസ് തന്നേക്കാണ്. ഇപ്പൊ ഞാൻ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ തന്നെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഓരോ പവർ സീരീസിനെയും കണ്ടുപിടിച്ചു. ഇപ്പൊ നമ്മൾ മോളിൽ പറഞ്ഞ ഈ ലാസ്റ്റ് പറഞ്ഞ പ്രോബ്ലത്തിനാണ് മോഡെക്സ് ലെസ് ദാൻ 6 ഇംപ്ലൈസ് മോഡെക്സ് ലെസ് ദാൻ 2 ദ സീരീസ് കൺവെർജസ് എന്ന് വരും. നമ്മൾ ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോ മോഡെക്സ് ലെസ് ദാൻ 2 ഈ സീരീസ് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മോഡെക്സ് ലെസ് ദാൻ 2 നമ്മൾ തന്നിരിക്കുന്ന പവർ സീരീസ് ഞാനിവിടെ സൈഡിൽ എഴുതുകയാണ്. എന്റെ ഓർമ്മയിൽ ദിസ് ഈസ് സിഗ്മ I from 1 to infinity 1 by 2 plus 1 by I all raised to I into x raised to I. ഇങ്ങനെയായിരുന്നു ഈ സീരീസ് നമുക്ക് തന്നിരുന്നത്. ഈ സീരീസ് മോഡെക്സ് ലെസ് ദാൻ 2 കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞ മീനിങ് ഈ സീരീസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ഈ സീരീസിന്റെ സം ഒരു ഫൈനൈറ്റ് നമ്പർ കിട്ടും. അതിനെ ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചു. ഇതാണ് അതിന്റെ മീനിങ്. കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ സം ഒരു ഫൈനൈറ്റ് നമ്പർ വരുന്നു എന്നാണ്. അപ്പൊ ആ കിട്ടിയേക്കുന്ന നമ്പറിനെ ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ഫോർ മോഡെക്സ് ലെസ് ദാൻ 2 എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ സം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഓരോ ടേമിനെയും ടേം ബൈ ടേം ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സീരീസ് ആയിരിക്കും എഫ് ഡാഷ് എക്സ് വരിക. അതുപോലെ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്തായിരിക്കും? ഇതിനെ ഓരോ ടേമിനെയും ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും. അതാണ് നമ്മൾ ഞാൻ ഈ നോട്ടായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണത് പ്രോബ്ലം ചോദിക്കാനായിട്ട്. കാര്യം പറഞ്ഞ് മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? Within the radius of convergence, we can differentiate or integrate a power series term by term. പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? ഞാൻ അടുത്തത് പറഞ്ഞോട്ടെ. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. റൈറ്റ് ഡൗൺ ഈ ക്വസ്റ്റ്യൻ പറയാം. റൈറ്റ് ഡൗൺ പവർ സീരീസ് ഫോർ x by 1 plus x square and x by 1 plus x square and log 1 plus x square. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. where do they converge? എപ്പോഴാണ് അത് കൺവേർജ് ചെയ്യുന്നതെന്നും കൂടെ ചോദിച്ചിട്ടുണ്ടേ. അതല്ലേലും നമുക്ക് അങ്ങനെ ഈ ഒരു ഭാഗം ക്വസ്റ്റിൻ്റെ അകത്ത് ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മളൊരു പവർ സീരീസ് എഴുതാൻ പറഞ്ഞാൽ അത് ചേർത്ത് തന്നെ വേണം പറയാനായിട്ട്. ഇതിങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മളത് മെൻഷൻ ചെയ്യണം. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് വരാം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള മെത്തേഡും നമുക്ക് അറിയില്ല. ഇത് പവർ സീരീസ് എഴുതാനും നമുക്ക് അറിയില്ല. പക്ഷെ ഇവിടെ ഇങ്ങനെ നോക്കാം. വി ഹാവ് 1 by 1 plus x square. ഇതെന്ന് പറയുന്നതിനെ 1 by 1 minus x square എന്ന് എഴുതിക്കൂടെ? മൈനസ് എക്സിന്റെ സ്ക്വയർ അല്ല കേട്ടോ, ഇങ്ങനെയല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. മൈനസ് എക്സിന്റെ സ്ക്വയർ എന്ന് എഴുതിയാൽ അത് എക്സ് സ്ക്വയർ ആണ്.
മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. 1 plus x square ഇങ്ങനെ എഴുതാമല്ലോ. So this is of the form 1 by 1 minus r. If you take r equal to minus x square. ഞാൻ എഴുതിയേക്കുന്ന മനസ്സിലായോ? ഇത്ര എഴുതിയത് മനസ്സിലായോ? 1 by 1 plus x square എന്ന് പറയുന്നതിനെ 1 by 1 minus x square എന്ന് എഴുതി. That's equal to 1 by 1 minus r എന്ന് ഞാൻ എഴുതി. വേറെ r equal to minus x square. ഈ 1 by 1 minus r എന്ന് പറയുന്നത് ഒരു ജോമെട്രിക് സീരീസിന്റെ സമ്മ. ഏത് ജോമെട്രിക് സീരീസിന്റെ സമ്മ എന്നറിയാമോ? We have 1 by 1 minus r is the sum of a geometric series. ഏത് ജോമെട്രിക് സീരീസ് ആണെന്ന് പറയാമോ? a by 1 minus r ആണെങ്കിൽ a r square എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1 ആകുമ്പോൾ a equal to 1 വരുന്നതാണ്. അപ്പൊ 1 plus r square plus etc ആണ് അല്ലേ? Okay, that is 1 by 1 minus r എന്ന് പറയുന്നതിനെ 1 plus r square plus etc എന്ന് പറയണം. ഒറ്റ കണ്ടീഷൻ ഉണ്ട്. ഇഫ് മോഡുലസ് ഓഫ് r less than 1, അല്ലെങ്കിൽ ഇത് സീരീസ് കൺവേർജിങ് ആവുമോ? ക്ലിയർ ആണല്ലോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? implies 1 by 1 plus x square ആയിരുന്നു ഞാൻ എടുത്ത ഫംഗ്ഷൻ. ഇതിനെ ഞാൻ പറഞ്ഞു 1 by 1 minus x square എന്ന് എഴുതാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇത് 1 by 1 minus r ഫോമിലാണ് എന്നുള്ളത് കൊണ്ട് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 plus x, r എന്ന് പറയുന്ന മൈനസ് എക്സ് സ്ക്വയർ ആണ്. മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് മൈനസ് എക്സ് സ്ക്വയറിന്റെ ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് എക്സ് സ്ക്വയറിന്റെ ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര. ഓക്കെ, ഇംപ്ലൈസ് 1 by 1 plus x square എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? 1 minus x square plus x raised to 4 minus x raised to 6 plus etc. എന്താ ഇതിന്റെ കണ്ടീഷൻ? ഇതിങ്ങനെ എഴുതാൻ പറ്റുന്ന എപ്പോഴാന്ന് നമ്മൾ പറഞ്ഞേ? ഇഫ് മോഡുലസ് ഓഫ് മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 വരണം. മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളതിന് പകരം എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 എന്ന് വന്നാലും മതി. അല്ലെങ്കിൽ അത് ഒരു കാര്യം, അത് നമുക്ക് ഇവിടെ വേറെ ഒന്ന് പറയാം. മോഡുലസ് ഓഫ് മൈനസ് എക്സ് സ്ക്വയർ 1 implies മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 വരുമ്പോഴാണ് ഈ കണ്ടീഷൻ വരുന്നത്. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇഫ് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യം, ഇത്രയും കാര്യം ഒന്ന് മനസ്സിലാക്കണം. ഇതെന്താ പറഞ്ഞതെന്ന് മനസ്സിലായോ? 1 by 1 plus x സ്ക്വയറിന് ഇങ്ങനെ നമുക്കൊരു സീരീസ് റെപ്രസെന്റേഷൻ എഴുതാൻ പറ്റും. എപ്പോഴാ? ഇഫ് മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 വരുന്ന കേസിൽ. ഇത് പറഞ്ഞു മനസ്സിലായോ? Therefore, നമുക്ക് തന്നിരുന്ന ക്വസ്റ്റ്യൻ ഏതിന്റെ സീരീസ് പവർ സീരീസ് റെപ്രസെന്റേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരുന്നേ? എക്സ് ബൈ 1 plus x സ്ക്വയർ എന്നാണ്. അപ്പൊ എന്ത് ചെയ്യണം? ദിസ് ഇംപ്ലൈസ് എക്സ് ബൈ 1 plus x സ്ക്വയർ ഈക്വൽ ടു എങ്ങനെ എഴുതണം? എക്സ് ഇൻറ്റു 1 by 1 plus x സ്ക്വയർ എന്ന് എഴുതാം. ഈക്വൽ ടു എക്സ് ഇൻറ്റു 1 minus x സ്ക്വയർ പ്ലസ് x raised to 4 minus x raised to 6 plus etc. comma mod x less than 1 implies x minus x cube plus x raised to 5 minus x raised to 7 plus etc. if modulus of x less than 1. ഈ എഴുതിയത് മനസ്സിലായോ? Implies for mod x less than 1 comma x by 1 plus x square equal to
x minus x cube plus x raised to 5 minus x raised to 7 plus etc. gives the power series representation. Representation of power series representation of x by 1 plus x square. Is it clear? ഇനി നമ്മളോട് ഈ ക്വസ്റ്റിന്റെ കൂടെ വേറൊരു സംഭവം കൂടെ ചോദിച്ചിട്ടുണ്ട്. അത് ഏതിന്റെയാ? ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയറിന്റെ പവർ സീരീസ് റെപ്രസെന്റേഷൻ എഴുതാനും ചോദിച്ചിട്ടുണ്ട്. ഉദ്ദേശിക്കുന്ന ഇതാണ്, നമുക്കിപ്പോ ഒരു സീരീസ് ഉണ്ട്. ഈ സീരീസിന്റെ ടേം ബൈ ടേം ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ടേം ബൈ ടേം ഇന്റഗ്രേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു സീരീസ് കിട്ടും. അതിനും സെയിം റേഡിയസ് ഓഫ് കൺവേർജൻസ് ആയിരിക്കും. അല്ലെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? ലോഗ് 1 പ്ലസ് എക്സ് സ്ക്വയർ കിട്ടണമെങ്കിൽ ഈ എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുവാണ്, ഡിഫറൻസിയേഷൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. Now, by integrating, integral x by 1 plus x square dx is equal to integral x minus x cube plus x raised to 5 minus etc. all into dx. Okay? Implies ഇതിന് ലെഫ്റ്റ് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയണേ? ലെഫ്റ്റ് സൈഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിനെ എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുക? എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിനെ എങ്ങനെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ഇന്റഗ്രേഷൻ അറിയില്ലേ? u equal to 1 plus x square എന്ന് എഴുതുക. implies du equal to എന്ത് വരും? ആണോ? പഠിക്കുന്നല്ലേ? So this implies നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Integral integral 1 by u into du by 2 എന്ന് വരും നമുക്ക് ഈ ഇന്റഗ്രൽ. ഈക്വൽ ടു എന്തായിരിക്കും? 1 by 2 log u എന്ന് വരും. ഈക്വൽ ടു 1 by 2 log 1 plus x square എന്ന് എഴുതാൻ പറ്റും. അതും അല്ല, രണ്ട് അവിടെ ഉണ്ട്. ഇത് പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ ഞാൻ ഈ ഇന്റഗ്രലിന് പകരം ഇവിടെ 1 by 2 log 1 plus x square എന്ന് എഴുതാൻ പോവാണ്. ഈക്വൽ ടു ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയണേ? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ പറയണേ? എക്സിന്റെ ഇന്റഗ്രൽ എന്താ? എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് എക്സ് റേസ് ടു 4 by 4 പ്ലസ് എക്സ് റേസ് ടു 6 by 6 മൈനസ് എക്സ് റേസ് ടു 8 by 8 പ്ലസ് എക്സെട്ര എന്ന് വരും. ഇത് മനസ്സിലായോ? പ്ലസ് ഒരു സിയും കൂടെ വരും. കാരണം ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷനും വേണം. ഇംപ്ലൈസ് ഇത് ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1, കാരണം റേഡിയസ് ഓഫ് കൺവേർജൻസ് മോഡ് എക്സ് ലെസ് ദാൻ 1 എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ആ കേസിൽ മാത്രമേ നമുക്ക് ഇത് പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ഞാൻ ദിസ് ഇംപ്ലൈസ് ഈ 2നെ റൈറ്റിലേക്ക് കൊണ്ടുപോവാണ്. ലോഗ്
1 plus x square equal to 2 into x square by 2 minus x raised to 4 by 4 plus x raised to 6 by 6 minus x raised to 8 by 8 plus etc. plus 2c equal to x square minus x raised to 4 by 2 plus x raised to 6 by 3 minus x raised to 8 by 4 plus etc. plus 2c. ഞാൻ 2 വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇത് ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യണം? ഈ സിയും കൂടെ ഒന്ന് കണ്ടുപിടിക്കണേ. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ mod x ലെസ് ദാൻ 1ന്റെ ഈ ഇന്റർവെലിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മീൻസ് ഇവിടെ നമുക്ക് x ഈക്വൽ ടു 0 കൊടുക്കുന്ന എളുപ്പം. x ഈക്വൽ ടു 0 കൊടുത്ത LHS log 1 എന്ന് വരും. log 1ന്റെ വാല്യൂ 0 ആണ്. ഈക്വൽ ടു റൈറ്റ് സൈഡ് 2c എന്ന് വരും. ഇംപ്ലൈസ് c ഈക്വൽ ടു 0. അപ്പൊ എന്തായിരിക്കും നമ്മളുടെ സീരീസ്? log 1 plus x square equal to x square minus x raised to 4 by 2 plus x raised to 6 by 3 minus x raised to 8 by 4 plus etc. comma mod x less than 1. ഇത് മനസ്സിലായോ? ഓക്കെ. അപ്പോ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റിന്റെ അകത്തേക്ക് നമുക്ക് ആവശ്യം വന്നത് ടേം ബൈ ടേം ഇന്റഗ്രേഷൻ ആണ്. ഇതുപോലെ തന്നെ ടേം ബൈ ടേം ഡിഫറൻസിയേഷൻ കൺസിഡർ ചെയ്തും നമുക്ക് ചെയ്യാം. ടേം ബൈ ടേം ഡിഫറൻസിയേഷൻ ആണ് എടുക്കുന്നതെങ്കിൽ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ വരില്ല. ഡയറക്റ്റ് ഈ സി കണ്ടുപിടിക്കേണ്ട ആവശ്യം വരില്ല. അതായത് നമ്മൾ ഈ തന്നേക്കുന്നതിനെ വെറുതെ ഡിഫറൻഷിയേറ്റ്. ഇപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഈ കിട്ടിയേക്കുന്ന സീരീസ് ഉണ്ടല്ലോ, ഇതിനെ ടേം ബൈ ടേം ഡിഫറൻസിയേഷൻ നടത്തി നമ്മൾ നേരത്തെ ഉള്ളേക്കുന്ന ആ സീരീസിലേക്ക് വന്നോളൂ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കൊരു പവർ സീരീസ് തരികയാണെങ്കിൽ വിതിൻ ഇറ്റ്സ് റേഡിയസ് ഓഫ് കൺവേർജൻസ് നമുക്ക് ആ സീരീസിനെ ടൈം ബൈ ടൈം ഡിഫറൻസിയേഷൻ ചെയ്യാം, ടൈം ബൈ ടൈം ഇന്റഗ്രേഷൻ ചെയ്യാം. ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പൊക്കോട്ടെ. ടൈലർ സീരീസ് പറഞ്ഞോട്ടെ. ഓക്കെ സർ. റെസ്പോൺസ് ഒന്നും വരുന്നില്ല. F is infinitely differentiable near x0, then the Taylor series of f at x0 is given by ഏതാണ്? നിങ്ങളൊന്ന് പറയാമോ? ടൈലർ സീരീസ് f of x0 plus f double dash of x0 by 2 factorial into x minus x0 whole square plus third derivative at x0 by 3 factorial into x minus x0 whole cube plus etc. ഇതിനെ നമുക്ക് ഈ ഒരു ഫോർമുല പറയാം. or sigma I from 0 to infinity f ith ഡെറിവേറ്റീവ്. 0th ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ f of 0 എന്നുള്ള രീതിയിൽ തന്നെ വരും. I factorial into x minus x0 all raised to I. ഇതാണ് ടൈലർ സീരീസ് വരുന്നത്. ഓക്കെ. അപ്പൊ ടൈലർ സീരീസ് എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓരോന്ന് കണ്ടുപിടിച്ചാണ് എഴുതേണ്ടത്. ഇനി ഇവിടെ if x0 equal to 0 വരികയാണെങ്കിൽ the series is known as
മക്ലോറിൻ സീരീസ്. അപ്പൊ എന്തായിരിക്കും മക്ലോറിൻ സീരീസ് വരിക? Maclaurin series is given by f of 0 plus f dash of 0 by 1 factorial plus f double dash of 0 by 2 factorial into x square plus 3 factorial into x cube plus etc. ഇതാണ് മക്ലോറിൻ സീരീസ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഫൈൻഡ് മക്ലോറിൻ സീരീസ് ഫോർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് വെച്ചു. അപ്പൊ എന്ത് ചെയ്യണം? ലെറ്റ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് എന്ന് എടുക്കാം. എഫ് ഓഫ് മക്ലോറിൻ സീരീസ് ആകുമ്പോൾ എഫ് ഓഫ് 0 വെച്ചിട്ടാണ്. എഫ് ഓഫ് 0 എന്തായിരിക്കും? സൈൻ 0 0. എഫ് ഡാഷ് എക്സ് എടുക്കാം. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് എക്സ് ആണ്. സോ എഫ് ഡാഷ് ഓഫ് 0 എന്തായിരിക്കും? കോസ് 0 മൈനസ് കോസ് 0. കോസ് 0യുടെ വാല്യൂ 1 ആണ്. സോ മൈനസ് 1 എന്ന് വരും. സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എടുക്കാം. മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. സോ എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 വരുന്നത് മൈനസ് സൈൻ 0. സൈൻ 0യുടെ വാല്യൂ 0 ആണ്. തേർഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് എടുക്കാം. മൈനസ് സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് കോസ് എക്സ്. സോ എഫ് തേർഡ് ഡെറിവേറ്റീവ് ഓഫ് 0 എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ എഴുതി തെറ്റിയല്ലോ. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് എക്സ്. മൈനസ് ഇല്ല, ഇവിടെ മൈനസ് വരില്ല. സോറി. ഓക്കെ, ബാക്കി ശരിയാ. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്. അവിടെ മുതലേ മൈനസ് വരുന്നു. മൈനസ് കോസ് എക്സ് വന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് 0 മൈനസ് 1 ആൻഡ് സോ ഓൺ. അപ്പൊ നമ്മുടെ സീരീസ് എന്തായിരിക്കും? മക്ലോറിൻ സീരീസിന്റെ ഫോമുല എഴുതാം. മക്ലോറിൻ സീരീസ് ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് 0 പ്ലസ് f dash 0 by 1 factorial into x plus f double dash of 0 by 2 factorial into x square plus etc. ആണ്. നമുക്ക് ഓരോ വാല്യൂസും കിട്ടിയിട്ടുണ്ട്. f of 0യുടെ വാല്യൂ 0 ആണ്. f dash of 0 1 ആണ്. So this implies 0 plus 1 by 1 factorial x plus ഇതും 0 ആണ് വരുന്നത്, പ്ലസ് മൈനസ് 1 by 3 factorial x cube plus 0 plus 1 by 5 factorial x raised to 5 plus etc. ഇങ്ങനെ പോകും. എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും വരിക? x എന്താ പറയുന്നത്? x by 1 factorial 1 by 1 factorial 1 ആണ്. അപ്പൊ ഇത് x മാത്രം വരും. മൈനസ് x cube by 3 factorial plus x raised to 5 by 5 factorial minus etc. ഇതായിരിക്കും sin x ന്റെ മക്ലോറിൻ സീരീസ് വരിക. ഇത് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായി സർ. ഇതിന് പകരം ഫൈൻഡ് ടെയ്ലർ സീരീസ് ഓഫ് sin x about x equal to pi by 2 എന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ക്വസ്റ്റ്യൻ ഇതായിരുന്നു നോക്കാം. ഫൈൻഡ് ടെയ്ലർ സീരീസ് f of x is equal to sin x at x equal to pi by 2 ആയിരുന്നെങ്കിൽ എങ്ങനെ ചെയ്യണമായിരുന്നു? ഇതുപോലെ തന്നെ f of x നമുക്ക് എടുക്കാം, sin x. അപ്പൊ f of x0 എന്ന് പറയുന്നത് ഇവിടെ x0 pi by 2 ആണ്. f of pi by 2 വരും. sin pi by 2 sin pi by 2ന്റെ വാല്യൂ 1 ആണ്. അതുപോലെ f dash x കണ്ടുപിടിക്കുക. sin x ന്റെ cos x ആണ്. അപ്പോ f dash of pi by 2 ചെയ്യണം, which is 0 വരും. ഓക്കെ, അതുപോലെ f double dash ഇങ്ങനെ ചെയ്തു പോകണം. എന്നിട്ട് നമ്മുടെ ഇത് ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കണമെന്ന് പറയുന്നു. നമ്മുടെ ഫോർമുല എന്തായിരിക്കും? f of x0 plus f dash of x0 by 1 factorial into x minus x0
പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് സീറോ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും. അപ്പൊ ഇവിടെ നമുക്ക് എക്സ് സീറോ പൈ ബൈ 2 ആണ്. അപ്പൊ എഫ് ഓഫ് പൈ ബൈ 2 പ്ലസ് എഫ് ഡാഷ് ഓഫ് പൈ ബൈ 2 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് പൈ ബൈ 2 പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് പൈ ബൈ 2 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് പൈ ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇനി ഈ ഓരോന്നും വാല്യൂ നമ്മളിവിടെ സൈഡിൽ കണ്ടുപിടിച്ചേക്കുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇത് മനസ്സിലായോ? മനസ്സിലായല്ലോ. ഇവിടെ ഇനി ഞാൻ വീണ്ടും നമ്മൾ ആ ഡെഫിനേഷൻ പറഞ്ഞേക്കുന്നിടത്ത് വന്നിട്ട് ഇതാണ് നമ്മൾ ടൈലർ സീരീസിന്റെ ഫോർമുല പറഞ്ഞിരിക്കുന്നത്. ഈ എഫ് ഓഫ് സീറോ എന്ന് മാത്രം ഈ ഒരു ടേം മാത്രം എടുക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ 0 എന്ന് പറയും. ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ 0. ഇത് രണ്ടും കൂടെ എടുക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ 1 പറയും. എന്ന് പറഞ്ഞാൽ എക്സിന്റെ വരെ ടൈം ഉള്ളത്. ഇത് മൂന്നും കൂടെ ചേർക്കണം. അതിനെ നമ്മൾ എന്ത് പറയും? വാട്ട് വിൽ ബി ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ 2? എഫ് ഓഫ് എക്സ് സീറോ പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ ഹോൾ സ്ക്വയർ. ഇതാണ് ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ 2 പറയുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ 0, ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ 1, ടൈലർ പോളിനോമിയൽ ഓഫ് ഓർഡർ 2. ഇത് പറഞ്ഞത് മനസ്സിലായോ? അതുപോലെ നമുക്ക് ഏത് ഓർഡറിലുള്ളതും പറയാം. മനസ്സിലായോ? അതുപോലെ മക്ലോറിൻ പോളിനോമിയൽ ഓഫ് ഓർഡർ 0, ഓർഡർ 1, അത് നമുക്ക് പറയാം ഓർഡർ 0. മക്ലോറിൻ പോളിനോമിയൽ ഓഫ് ഓർഡർ 0 എന്താ? എഫ് ഓഫ് 0. മക്ലോറിൻ പോളിനോമിയൽ ഓഫ് ഓർഡർ 1 എന്താ? എഫ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അപ്പൊ അതും നമ്മളോട് ചോദിച്ചാൽ എഴുതാനായിട്ട് അറിയാം. നമുക്കിനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു, ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന കുറെ മക്ലോറിൻ സീരീസുകളുണ്ട്. അറിയാമോ ഏതൊക്കെയാന്ന്? കോമൺലി യൂസ്ഡ് മക്ലോറിൻ സീരീസ്. ഓക്കെ, ഇവിടെ വേറൊരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്. നമ്മൾ മക്ലോറിൻ സീരീസ് അല്ലെ ടൈലർ സീരീസ് കണ്ടുപിടിക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു സീരീസ് കിട്ടി. ഇതൊരു ഇൻഫൈനൈറ്റ് സീരീസ് ആണ്, ശരിയല്ലേ? മക്ലോറിൻ സീരീസ് അല്ലെങ്കിൽ ടൈലർ സീരീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പവർ സീരീസ് ആണ്. ഇൻഫൈനൈറ്റ് സീരീസ് അല്ല, പവർ സീരീസ് തന്നെയാണ്, അല്ലേ? അപ്പൊ പവർ സീരീസിന്റെ കൺവേർജൻസ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഒന്നെങ്കിൽ റേഷ്യോ ടെസ്റ്റ് അല്ലെങ്കിൽ റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ചേച്ച്. അപ്പൊ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന മക്ലോറിൻ സീരീസ് എപ്പോഴാണ് കൺവേർജ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഫൈൻഡ് റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദി മക്ലോറിൻ സീരീസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളിങ്ങനെ ഈ സീരീസ് കണ്ടുപിടിച്ചിട്ട് ദിസ് ഈസ് ഓഫ് ദ ഫോം സിഗ്മ എ ഐ എക്സ് റേസ് ടു ഐ എന്ന് പറഞ്ഞ് ഇതിന്റെ എ ഐ എടുത്ത് റേഷ്യോ ടെസ്റ്റിൽ അല്ലെങ്കിൽ റൂട്ട് ടെസ്റ്റിൽ ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എല്ല് കണ്ടുപിടിക്കണം. അത് പറഞ്ഞ് മനസ്സിലായോ? അതായത് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, മക്ലോറിൻ സീരീസ് എഴുതുക, അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആണോ? എന്തോ എക്സാമ്പിൾ ഇപ്പൊ പറയുകയാണെങ്കിൽ, ഓക്കെ, ഞാൻ ഇവിടെ ഒരെണ്ണം എഴുതുകയാണ്. കോമൺലി യൂസ്ഡ് മക്ലോറിൻ സീരീസ്. അതിന്റെ അകത്ത് ആദ്യത്തെ തന്നെ ഞാൻ എഴുതുന്നു 1/1 മൈനസ് എക്സ്. ഇതിന്റെ മക്ലോറിൻ സീരീസ് നമ്മളിപ്പോ പറഞ്ഞ പ്രൊസീജിയർ പ്രകാരം കണ്ടുപിടിച്ചാൽ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വരും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പ്രൂവ് ചെയ്തു എന്ന് വെക്കുക. ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താ മതി? ഇതൊരു പവർ സീരീസ് ആണ്. ദിസ് ഈസ് ഓഫ് ദ ഫോം സിഗ്മ എ ഐ എക്സ് റേസ് ടു ഐ ആണ്. ഇവിടെ എ ഐ വരുന്നത് 1 ആണ്, ശരിയല്ലേ? എ ഐ എന്ന് പറയുന്നത് ദിസ് ഈസ് ഓഫ് ദ ഫോം സിഗ്മ എക്സ് റേസ് ടു ഐ എന്നുള്ള ഫോമിലല്ലേ പറഞ്ഞേ? ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എ ഐ -1 കണ്ടുപിടിച്ചാൽ അതും 1 ആണ്.
അപ്പൊ ai/ai-1ന്റെ ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 1 എന്ന് വരും. സോ L ഈക്വൽ ടു 1 എന്ന് വന്നാൽ R ഈക്വൽ ടു 1. സോ ഇതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് അപ്പൊ എന്തായിരിക്കും? 1 ആണ്. അപ്പൊ ഇതിങ്ങനെ ഫോർ മോഡ് x ലെസ് ദാൻ 1. ഇത് നമ്മളോട് കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചോദിച്ചാൽ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഓർത്തിരിക്കണമെന്ന് പറയുന്നതിന്റെ ഒക്കെ റേഡിയസ് ഓഫ് കൺവേർജൻസും കൂടെ ചേർത്ത് തന്നെ ഓർത്തിരിക്കണം. ഫസ്റ്റ് വൺ ഇങ്ങനെ പറഞ്ഞു. സെക്കൻഡ് വൺ, ഇത് നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലം പറഞ്ഞതിന്റെ അകത്ത് ജോമെട്രിക് സീരീസ് ആയിട്ട് കൺസിഡർ ചെയ്ത ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ വരണത് 1 പ്ലസ് എക്സിന്റെ വേണേ പറയാം. ഇതാണെങ്കിൽ 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര എന്ന് വരും. ഇത് മോഡ് എക്സ് ലെസ് ദാൻ 1 കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ സൈൻ എക്സ് പറയാം. സൈൻ എക്സ് വരുന്നത് എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രയാണ്. ഇത് മോഡ് എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി അല്ലെങ്കിൽ ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി പറഞ്ഞത്. ഇതിന് ആർ ഈക്വൽ ടു 1 ആയിരുന്നു, ഇതിനും ആർ ഈക്വൽ ടു 1 ആയിരുന്നു. ഇത് ആർ ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ് എന്ന് പറഞ്ഞാൽ എല്ലാ എക്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഈ സീരീസ് കൺവേർജിങ് ആണ്. നാലാമത്തേത് കോസ് എക്സ് ആണ് വരുന്നതെങ്കിൽ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 4 ബൈ 4 ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു 6 ബൈ 6 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. ഇതും ആർ ഇൻഫിനിറ്റി ആണ്. വേറെ ഒരെണ്ണം ഇ റേസ് ടു എക്സ്. ഇത് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്രയാണ്. ഇതിന്റെയും ആർ ഇൻഫിനിറ്റി ആണ്. പിന്നെ ലോഗ് എക്സിന്റെ ലോഗ് 1 പ്ലസ് എക്സിന്റെ ലോഗ് 1 പ്ലസ് എക്സിന്റെ വരണത് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ബൈ 3 മൈനസ് എക്സ് സ്ക്വയർ എക്സ് റേസ് ടു 4 ബൈ 4 പ്ലസ് എക്സെട്രയാണ്. ഇതിന്റെ R1 ആണ്. ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക. ഇനിയും ഒന്ന് രണ്ടെണ്ണം കൂടെ ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും തൽക്കാലം ഓർത്തിരിക്കുക. ഇത് കാണാതെ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു പവർ സീരീസ് നമ്മളോട് ചോദിക്കുന്നത് ടെയ്ലർ സീരീസ് കണ്ടുപിടിച്ച് വെച്ച് അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ ഇതുപോലെ ഇപ്പൊ നമ്മളോട് ചിലപ്പോ ഫൈൻഡ് മക്ലോറിൻ സീരീസ് ഫോർ സൈൻ എക്സ് എന്ന് പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കണമെന്നില്ല. സൈൻ എക്സ് ഈക്വൽ ടു ഇതാണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചത്. അതാണ് ഞാൻ നേരത്തെ നിങ്ങളെ പ്രൂവ് ചെയ്ത് കാണിച്ചത്. ഓക്കെ, അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു പവർ സീരീസ് ആയിട്ട് കൺസിഡർ ചെയ്ത് അതിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ആദ്യം പറഞ്ഞ ആ കൺസെപ്റ്റ് ഇല്ലേ, അത് ഉപയോഗിച്ച് കണ്ടുപിടിക്കണമെന്നാണ് പറഞ്ഞത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ഓക്കെയാണ്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ഇവിടുന്ന് യെസ്, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് തോന്നുന്നു. എക്സ്പാൻഡ് ദ ഫംഗ്ഷൻ. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ ടൈം ബൈ ടൈം ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും ഡെഡ്യൂസ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസിന്റെ കുറെ പ്രോബ്ലംസ് നമുക്ക് ഈ ഒരൊറ്റ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഓക്കെ, എക്സ്പാൻഡ് f of x as a Maclaurin series. ഇത് ഫസ്റ്റ് വൺ ആണ്. എ എന്ന് ബി ആയിട്ട് ക്വസ്റ്റ്യൻ അത് ചോദിച്ചേക്കുന്നത് യൂസിങ് പാർട്ട് എ ഫൈൻഡ് F 2 4 5
f1 2 3 4 5 of 0 ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. f5 of 0 ഇങ്ങനെ നൊട്ടേഷൻ കൊടുത്താലും മതി. ടെക്സ്റ്റിൽ ഇങ്ങനെ കൊടുത്തേക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതായത് ഫിഫ്ത്ത് ഡെറിവേറ്റീവ് ഫിഫ്ത്ത് ഡെറിവേറ്റീവില് 0 വരുമ്പോഴത്തെ വാല്യൂ ആണ് ചോദിച്ചേക്കുന്നത്. ആൻഡ് f1 2 3 4 5 6 of 0 without calculating derivatives directly. Derivatives of f directly. Yes. C ആയിട്ട് വന്നിരിക്കുന്നത് prove that tan inverse x is equal to x minus x cube by 3 plus x raised to 5 by 5 minus x raised to 7 by 7 plus etc. for mod x less than 1. Fourth one ആയിട്ട് deduce pi by 4 equal to 1 minus 1 by 3 plus 1 by 5 minus 1 by 7 plus etc. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഈ ക്വസ്റ്റിൻ്റെ അകത്തെ മക്ലോറിൻ സീരീസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഡെറിവേറ്റീവ്സ് ഉപയോഗിക്കാണ്ട് മക്ലോറിൻ സീരീസ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അതെങ്ങനെയാ? മക്ലോറിൻ സീരീസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഏതാ? ഇതല്ലേ മക്ലോറിൻ സീരീസിന്റെ ഫോർമുല? ഇതാ മക്ലോറിൻ സീരീസിന്റെ ഫോർമുല. അപ്പൊ നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് നമ്മൾ എടുക്കുക, അതിന്റെ എഫ് ഡാഷ് എക്സ് ഒക്കെ കണ്ടുപിടിക്കാം. എന്നിട്ട് അതിന്റെ അകത്ത് എക്സിന് 0 വാല്യൂ കൊടുത്തിട്ട് എഫ് ഓഫ് 0യും എഫ് ഡാഷ് 0യും കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ അത് പറഞ്ഞേക്കുന്നത് അങ്ങനെ ചെയ്യരുതെന്നാ പറഞ്ഞേക്കുന്നത്. ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാതെ മക്ലോറിൻ സീരീസ് എഴുതണമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ എങ്ങനെ ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ ചെയ്ത എക്സാമ്പിൾ ഓർക്കുന്നില്ലേ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by 1 plus x സ്ക്വയർ തന്നാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? നമ്മൾ ആ ജോമെട്രിക് സീരീസിന്റെ കൺസെപ്റ്റിലേക്ക് വരാം അല്ലെ. ഗിവൺ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by 1 plus x സ്ക്വയർ, ഇതിനെ നമുക്ക് 1 by 1 minus x സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, സോ ഈക്വൽ ടു 1 by 1 minus r ഫോമിലാണ്. ഈക്വൽ ടു അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 1 plus r സ്ക്വയർ പ്ലസ് എക്സെട്ര ഫോർ മോഡുലസ് ഓഫ് r ലെസ് ദാൻ 1 എന്ന് എഴുതാം. ഈക്വൽ ടു അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? r ഇവിടെ എന്തായിരുന്നു? നമ്മൾ ഇങ്ങനെ എഴുതിയാൽ this is equal to 1 plus minus x square plus minus x square into whole square plus minus x square into whole cube plus etc. for modulus of minus x square less than 1. Clear ആണോ? So this is equal to 1 minus x square plus x raised to 4 minus x raised to 6 plus etc. എന്ന് വരും. ഇനി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ദിസ് ഈസ് സെയിം as mod x ലെസ് ദാൻ 1. mod x ലെസ് ദാൻ 1 വരുമ്പോഴാണ് മോഡുലസ് ഓഫ് എക്സ് സ്ക്വയർ ലെസ് ദാൻ വരുന്നത്. ആ കേസിൽ തന്നെയാണ് മോഡുലസ് ഓഫ് മൈനസ് എക്സ് സ്ക്വയർ ലെസ് ദാൻ 1 വരുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാം. ഇവിടുന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതൊരു പവർ സീരീസ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ദിസ് ഇംപ്ലൈസ് implies 1 minus x square plus x raised to 4 minus x raised to 6 gives the power series, gives the Maclaurin series of ഏതിന്റെ മക്ലോറിൻ സീരീസാ?
ഏത് ഫംഗ്ഷന്റെ നമ്മളിപ്പോ ഇത് എഴുതിയേ? 1/1 plus x square. 1/1 plus x square for എപ്പോഴാ? mod x less than 1. അപ്പൊ മോഡ്ലെസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 വരുമ്പോ ഈ സീരീസ് എന്നാ പറഞ്ഞേക്കുന്നത്. ദിസ് ഇംപ്ലൈസ് ഫോർ mod x less than 1, 1/1 plus x square equal to 1 minus x square plus x raised to 4 minus x raised to 6 plus etc. ഇത്രയും മനസ്സിലായോ? ഓക്കെ, ഇത്രയും പറഞ്ഞ് മനസ്സിലായോ? Sir. ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ പാർട്ട് എയുടെ ആൻസറാ കഴിഞ്ഞേക്കുന്നത്. ഇനി പാർട്ട് ബിയിൽ പറഞ്ഞേക്കുന്നത് എന്താ? ഫിഫ്ത് ഡെറിവേറ്റീവ് ഓഫ് എഫിൽ 0 കണ്ടുപിടിക്കണമെന്നാണ്. അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യുക? ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളുക. ഈ എഴുതിയിരിക്കുന്നത് മക്ലോറിൻ സീരീസ് ആണെന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ബട്ട് സെക്കൻഡ് വണ്ണിന്റെ ബിയുടെ ആൻസർ പറയുന്നത് ബൈ ഡെഫിനിഷൻ ഓഫ് മക്ലോറിൻ സീരീസ് we have f of 0 plus f dash of 0 by 1 factorial into x plus f double dash of 0 by 2 factorial into x square plus etc. ഇതല്ലേ മക്ലോറിൻ സീരീസ് വരണേ? ആണോ? അപ്പോ നമ്മളുടെ ക്വസ്റ്റ്യന്റെ അകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് ഫിഫ്ത് ഡെറിവേറ്റീവ് ഓഫ് 0 ആണ് ചോദിച്ചേക്കുന്നത്. ഫിഫ്ത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് അറ്റ് 0 അല്ലെങ്കിൽ f5 ഓഫ് 0 ആണ് ചോദിച്ചേക്കുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? മക്ലോറിൻ സീരീസില് in Maclaurin series we have fn of 0 by n factorial എന്ന് പറയുന്നത് എന്താണ്? ഇതെന്തായിരിക്കും എന്ന് പറയാമോ? is the coefficient of ആരുടെ കോയിഫിഷ്യന്റ്? ശരിയല്ലേ? എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് ആണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 by 2 ഫാക്ടോറിയൽ എന്ന് പറയുന്നത്. എക്സ് ക്യൂബിന്റെ കോയിഫിഷ്യന്റ് എന്താ? എഫ് 3 of 0 by 3 ഫാക്ടോറിയൽ അല്ലേ? ആണോ? അപ്പോ ഈ നമ്മളുടെ പ്രോബ്ലത്തിന്റെ അകത്ത് F5 F1 2 3 4 5 ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് റൈസ് ടു 5ന്റെ കോയിഫിഷ്യന്റ് ഇത് ബൈ 5 ഫാക്ടോറിയൽ ആണ്. എന്ത് ഈസ് ദ കോയിഫിഷ്യന്റ് ഓഫ് ഇതിന്റെ കോയിഫിഷ്യന്റ് ആണ്? One, 2, 3, 4, 5 of 0 by 5 factorial is the coefficient of what? X raised to 5. Coefficient of x raised to 5. നമ്മളുടെ ഇപ്പോഴത്തെ എക്സ്പാൻഷൻ നമ്മൾ ഇവിടെ എഴുതിയേക്കുന്ന മക്ലോറിൻ സീരീസിന്റെ അകത്ത് x raised to 5ന്റെ കോയിഫിഷ്യന്റ് എന്താ? 1/1 plus x square എക്സ്പാൻഷന്റെ അകത്ത് x raised to 5ന്റെ കോയിഫിഷ്യന്റ് എന്താ? 0 ആണ്. ഈക്വൽ ടു 0 അല്ലെ? implies of 0 equal to എന്തായിരിക്കും?
ഇത്രയും മനസ്സിലായോ? ഇത് മനസ്സിലായോ? സമയം എടുക്കുന്നു, നിങ്ങൾ വേഗം പറയൂ. Also, what will be 1, 2, 3, 4, 5, 6 of 0 by 6 factorial? Equal to coefficient of ഏതിന്റെയാ? x raised to 6 ആ. Equal to നമ്മുടെ ഇവിടെ x raised to 6 ന്റെ coefficient എന്താ? -1. So this implies of 0 എന്താ? -1 into 6 factorial. മനസ്സിലായോ? മനസ്സിലായി സർ. അപ്പൊ ഇനി സി, ക്വസ്റ്റ്യൻ ബി കഴിഞ്ഞു. സി എന്താ? പ്രൂവ് ദാറ്റ് ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കണേ? നമ്മുടെ സീരീസ് നമ്മൾ ഇങ്ങനെ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടാൻ ഇൻവേഴ്സ് എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ. എന്താ ചെയ്യണ്ടേ? ഇന്റഗ്രേറ്റ് ചെയ്താൽ പറയാം. 1/1 + x² ഇന്റഗ്രൽ എന്താ? അപ്പൊ നമ്മൾ വീണ്ടും ഫ്രം എയിലാണ് നമ്മളത് പ്രൂവ് ചെയ്തേക്കുന്നത്. സിയില് ഫ്രം എ 1/1 + x² equal to 1 - x² + x. x raised to 4 minus x raised to 6 plus etc. comma mod x less than 1. Term by term integration. Integration gives it. ഈ ടൈം ബൈ ടൈം ഇന്റഗ്രേഷൻ നമ്മുടെ ഈ പ്രോബ്ലത്തിനകത്ത് എപ്പോഴേ വാലിഡ് ആവുള്ളൂ? mod x less than 1 വാലിഡ് ആവുള്ളൂ. ഇപ്പൊ ടൈം ബൈ ടൈം ഇന്റഗ്രേഷൻ ഗീവ്സ് ഫോർ x for modulus of x less than 1, modulus of x less than 1 എന്തായിരിക്കും? ഇന്റഗ്രൽ 1/1 + x² dx is equal to integral 1 - x² + x raised to 4 minus x raised to 6 plus etc. all into dx plus c എന്ന് വരും. ഓക്കെ, ഇംപ്ലൈസ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ഇതിന്റെ ഇന്റഗ്രൽ ആണ് x - x³/3 plus x raised to 5/5 minus x raised to 7/7 plus etc plus c. ഇനി എന്ത് ചെയ്താൽ മതി? സി കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, ഇത് 4 mod x less than 1 ആണ്. അതൊക്കെയാണ്. സി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ടാൻ ഇൻവേഴ്സ് 0 എന്താ? ടാൻ ഇൻവേഴ്സ് ഓഫ് 0 ആണ്. സോ 0 ഈക്വൽ ടു ഇവിടെ എക്സിന് 0 എടുത്താൽ മൊത്തം പോകും, സി എന്ന് വരും. ഇംപ്ലൈസ് സി ഈക്വൽ ടു 0 എന്ന് വരും. ഇംപ്ലൈസ് അപ്പൊ നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാൻ പറ്റും? ടാൻ ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു x minus x³/3 plus x raised to 5/5 minus x raised to 7/7 plus etc. mod x less than 1. ഇത് മനസ്സിലായോ? ഇനി ലാസ്റ്റ് വൺ ക്വസ്റ്റ്യൻ എന്താ? ഡി എന്താ? deduce π/4 equal to 1 minus 1/3 plus 1/5 minus 1/7 plus etc. അത് വളരെ എളുപ്പമാണ്. എക്സിന്റെ ഏത് വാല്യൂവിനാണ് π/4 tan inverse? ഓക്കെ, tan inverse x is equal to ഇതാണ്. അപ്പൊ എക്സിന് ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലാണ് നമ്മുടെ ആൻസറിലേക്ക് പോവുക? What is tan inverse π/4? സോറി, ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്താ? എക്സിന് 1 കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്താ? ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതാണ്. π/4 അല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ തൽക്കാലം പറയണം. ശരിക്കും എക്സിന് 1 പറയുമ്പോൾ കൺവേർട്ട് ചെയ്യുന്നുള്ളതും കൂടെ ഒക്കെ പ്രൂവ് ചെയ്യേണ്ട. അതിലേക്ക് ഞാൻ പോകുന്നില്ല. തൽക്കാലം ഇവിടെ ഞാൻ ഇങ്ങനെയൊക്കെ പറയുവാണ്. പുട്ട് എക്സ് ഈക്വൽ ടു 1 ഇംപ്ലൈസ് എക്സിന് 1 കൊടുത്താൽ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് 1. tan inverse of 1 equal to x in 1 ആണ് 1 minus 1/3
പ്ലസ് 1/5 മൈനസ് 1/7 പ്ലസ് എക്സെട്ര എന്ന് വരും. ഇംപ്ലൈസ് ടാൻ ഇൻവേഴ്സ് 1 എന്താ? 5/4 ആണ്. 5/4 ഈക്വൽ ടു 1 മൈനസ് 1/3 പ്ലസ് 1/5 മൈനസ് 1/7 പ്ലസ് എക്സെട്ര എന്ന് വരും. ഇങ്ങനെ എഴുതിയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ സ്റ്റെപ്പും കൂടെ അവിടെ വേണം. ഇപ്പൊ നമ്മൾ ഇവിടെ ഡയറക്റ്റ് അങ്ങ് എഴുതിക്കോളൂ, കുഴപ്പമില്ല. അതായത് എക്സ് 1 വരുമ്പോ കൺവേർട്ട് ചെയ്യുന്നു നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റുമോ? മോഡ് എക്സ് ലെസ് ദാൻ 1 കൺവേർട്ട് ചെയ്യുന്നുള്ളൂ. എക്സ് 1 മൈനസ് 1 കൺവേർജൻസ് എക്സ്ട്രാ ചെക്ക് ചെയ്യേണ്ടതാണ്. എക്സ് 1 വരുമ്പോൾ ഇത് ഓൾട്ടർനേറ്റിംഗ് ഹാർമോണിക് സീരീസ് അല്ല, ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആയിട്ടാണ് വരിക. അത് കൺവേർട്ട് ചെയ്യുന്നു നമുക്ക് കാണിക്കാനായിട്ട് പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഡയറക്റ്റ് കൊടുത്തോളൂ, കുഴപ്പമില്ല. ഇത്രയും വലിയ ക്വസ്റ്റൻ അല്ലേ. ഓക്കെ, ഇത് മനസ്സിലായോ? ഞാൻ ഒത്തിരി സമയം എടുത്ത് ക്വസ്റ്റൻ പറയാം. ഒരു 1-2 ക്വസ്റ്റൻ കൂടെ പറയാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. ഇത് ഓക്കെ അല്ലേ? Okay, sir. ഇനി വേറെ നമ്മളോട് ഇവിടുന്ന് മക്ലോറിൻ സീരീസ് ഉപയോഗിച്ചിട്ടേ ലിമിറ്റ് ചോദിച്ചാൽ എന്ത് ചെയ്യും? യൂസിങ് മക്ലോറിൻ സീരീസ്, മക്ലോറിൻ അല്ലെ ടൈലർ, എങ്ങനെ വേണേലും പറയാം. യൂസിങ് ടൈലർ സീരീസ് evaluate limit x tends to 0 sin x minus x by x cube. എന്താ ചെയ്യണ്ടേ? ടൈലർ സീരീസ് ഉപയോഗിച്ച് ലിമിറ്റ് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. വി ഹാവ്, ഇതിപ്പോ നമ്മളെ സംബന്ധിച്ച് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്താ പറയാ, നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ സെഷൻ അനുസരിച്ചിട്ട് ആൻസർ ചെയ്യും. ഇതിപ്പോ നമുക്ക് 1 മാർക്കിന്റെ ഇല്ല, 2 മാർക്കിന്റെ സെഷൻ ആണെങ്കിലേ ഈ സൈൻ എക്സിന് ഡയറക്റ്റ് ഇതിന്റെ മക്ലോറിൻ സീരീസ് കൊടുക്കാം. വാട്ട് ഈസ് ദ മക്ലോറിൻ സീരീസ് ഓഫ് സൈൻ എക്സ്? മക്ലോറിൻ സീരീസ് ഓഫ് സൈൻ എക്സ് എന്താ? x minus x cube by 3 factorial plus x raised to 5 by 5 factorial minus etc. ആണ്. ഇത് 5 മാർക്കിന്റെ അല്ലെ 2 മാർക്കിന്റെ അല്ലാണ്ടുള്ള ക്വസ്റ്റൻ ആണെങ്കിൽ ഇത് പ്രൂവ് ചെയ്ത് കാണിക്കണം. 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഡയറക്റ്റ് ഒന്ന് എഴുതിയാൽ മതി. സോ ദിസ് ഇംപ്ലൈസ് സൈൻ എക്സ് മൈനസ് എക്സ് എന്തായിരിക്കും? സൈൻ എക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ സൈൻ എക്സ് മൈനസ് എക്സ് എന്തായിരിക്കും പറഞ്ഞേ? Sin x is equal to x minus x cube by 3 factorial plus x raised to 5 by 5 factorial etc. എന്നാണെങ്കിൽ sin x minus x എന്തായിരിക്കും? Minus x cube by 3 factorial plus x raised to 5 by 5 factorial minus x raised to 7 by 7 factorial plus etc. ആണ്. ഇത് മനസ്സിലായോ? ഇത് ഓക്കെ ആണോ? ഓക്കെ ആണ് സർ. അപ്പൊ സൈൻ എക്സ് മൈനസ് എക്സ് ബൈ എക്സ് ക്യൂബ് എന്തായിരിക്കും? മൈനസ് എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സ് റേസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് എക്സ് റേസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഓൾ ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്ന് വരും. ഇവിടെ ഒരു എക്സ് ക്യൂബ് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റൂലോ. എക്സ് ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ minus 1 by 3 factorial plus x square by 5 factorial minus etc. divided by x cube എന്ന് വരില്ലേ? x cube ക്യാൻസൽ ചെയ്തു. അപ്പൊ ലിമിറ്റ് x tends to 0 sin x minus x by x cube എന്തായിരിക്കും? So this implies limit x tends to 0 sin x minus x by x cube equal to എന്ത് വരും? -1/3 factorial. കാരണം ഈ റൈറ്റ് സൈഡിലുള്ള ഇതിന്റെ ലിമിറ്റ് എഴുതിയാൽ മതി അല്ലെ? ലിമിറ്റ് x tends to 0 -1/3 factorial plus x square by 5 factorial minus etc. എന്ന് വന്നാൽ മതി. ഇവിടുന്ന് മുന്നോട്ടുള്ള എല്ലാ ടൈമിന്റെ അകത്ത് എക്സ് ഉണ്ട്. അപ്പൊ അതിന് 0 കൊടുക്കുമ്പോൾ അതെല്ലാം ക്യാൻസൽ ആയി. അപ്പൊ എന്ത് മാത്രമേ ഉള്ളൂ? -1/3 factorial. 3 factorial എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പം -1/6. ക്ലിയർ ആണോ? അപ്പൊ ഇതുപോലെ
ഏത് വേണേലും വരാം. ഇപ്പൊ നമുക്ക് ഇത് ഒരു എസ്എ ക്വസ്റ്റിനിൽ വേണേലും ചോദിക്കാം. എസ്എ ക്വസ്റ്റിനിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സൈനക്സിന്റെ മക്ലോറിൻ സീരീസ് ഇവിടെ എഴുതി കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റൻ ആണെന്ന് വെച്ചോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 log x divided by e raised to x minus c. എന്ത് ചെയ്യേണ്ടി വരും? log xന് ഇങ്ങനെയും തരാം കേട്ടോ. നാച്ചുറൽ ലോഗരിതത്തിനെ കാണിക്കാം. ln x എന്ന് വേണേലും പറയാം. രണ്ടിൽ ഏത് വന്നാലും ഒരുപോലെ നിങ്ങൾ പ്രൊസീഡ് ചെയ്താൽ മതി. എങ്ങനെയായാലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉദ്ദേശിക്കുന്ന നാച്ചുറൽ ലോഗരിതം തന്നെയായിരിക്കും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോഗരിതം ബേസ് വ്യത്യാസം ഉള്ളതാണ്, അത് സ്പെസിഫൈ ചെയ്ത് തന്നെ പറയും. ഈ f of x is equal to log x ന്റെ ടൈലർ സീരീസ് about x equal to 1 കണ്ടുപിടിക്കണം. അതുപോലെ f of x is equal to e raised to x ന്റെ ടൈലർ സീരീസും x equal to 1 കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കണം. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടുന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് കിട്ടും. ഏതെങ്കിലും എക്സിന്റെ ഏതെങ്കിലും പവർ ഒക്കെ നമുക്ക് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ x ഈക്വൽ ടു 0 ആണെങ്കിൽ മക്ലോറിൻ സീരീസ് എടുത്താൽ മതി. 0 അല്ല, x ടെൻസ് ടു 1 ആണ്. അപ്പൊ എന്ത് ചെയ്യേണ്ട വരും? ടൈലർ സീരീസ് അബൌട്ട് x ഈക്വൽ ടു 1 ആണ് എടുക്കേണ്ടത്. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇത് ടെൻസ് ടു 1 ആയതുകൊണ്ട് ടൈലർ സീരീസ് അബൌട്ട് x ഈക്വൽ ടു 1. ഇത് നമ്മളോട് ഇങ്ങനെ ചോദിച്ചാൽ ഈ രീതി ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മറ്റേ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള എൽ ഹോസ്പിറ്റൽസ് റൂൾ വെച്ചത് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇവിടുന്ന് വേറെ എന്താ ഉള്ളേ? വേറെ ഏതെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഇവിടുന്ന് ചോദിക്കാനായിട്ട്? ഞാൻ എല്ലാം പറഞ്ഞു എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടില്ല. മറ്റെന്തെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഞാൻ വേഗം നോക്കിക്കോട്ടെ. വേറെ ഏതെങ്കിലും ഇതിന്റെ അകത്ത് പറയാൻ വിട്ടുപോയതുണ്ടോന്ന് നോക്കിക്കോട്ടെ. വേറെ എന്തെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് കാണുന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻ എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ. ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാല് റൈറ്റ് ഡൗൺ പവർ സീരീസ് ഓഫ് ദ ഫോം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. Power series of the form sigma ai x raised to I for f of x is equal to 23 minus 7x divided by 3 minus x into 4 minus 6. എന്ത് ചെയ്യും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന? ഇത് വേണമെങ്കിൽ നമുക്ക് മക്ലോറിൻ സീരീസ് ഉപയോഗിച്ച് ചെയ്യാം, പക്ഷെ അത് കുറെ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. പാർഷ്യൽ ഫ്രാക്ഷൻ കേട്ടിട്ടുണ്ടോ? പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് അറിയാമോ? അത് തന്നെ by using partial fraction, that is let 23 minus 7x divided by 3 minus x into 4 minus x is equal to a divided by 3 minus x plus b by 4 minus x എന്ന് എടുക്കാം. ഓക്കെ, ഇതല്ലേ പാർഷ്യൽ ഫ്രാക്ഷൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എയും ബിയും ഡയറക്റ്റ് അങ്ങ് എഴുതുകയാണ്. എ ഈക്വൽ ടു ഇത് സോൾവ് ചെയ്യുമ്പോൾ എ ഈക്വൽ ടു 2 എന്നും ബി ഈക്വൽ ടു 5 എന്നും കിട്ടും. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദിസ് ഇസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 3 മൈനസ് എക്സ് പ്ലസ് 5 ഡിവൈഡഡ് ബൈ 4 മൈനസ് എക്സ് എന്ന് വരും. ഓക്കെ, ഇത് മനസ്സിലായോ?
ഇത് മനസ്സിലായോ? അതോ ഞാൻ ഈ സ്റ്റെപ്പ് കാണിക്കണോ, എഴുതി കാണിക്കണോ? സംശയമുള്ളവരുണ്ടോ? ഓക്കെ, ഒരു കാര്യം ഞാൻ എഴുതി കാണിക്കാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാല് അടുത്ത സ്റ്റെപ്പിൽ എന്തായിരിക്കും ഇവിടെ ചെയ്യേണ്ടത്? ദിസ് ഇംപ്ലൈസ്, ഇതാ നമ്മൾ ഈക്വൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഡിനോമിനേറ്റർ വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? 23 മൈനസ് 7x is equal to a by 3 minus x into 3 minus x into 4 minus x എന്ന് പറഞ്ഞാൽ 3 minus x ക്യാൻസൽ ആയി. എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും ഇങ്ങനെ. ദിസ് ഇംപ്ലൈസ് 23 minus 7x is equal to a into 4 minus x plus b into 3 minus x. ഡയറക്റ്റ് ഇങ്ങനെ എഴുതാം. ഇവിടെ x ഈക്വൽ ടു 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സിന് 4 ആണെങ്കിൽ എന്തായിരിക്കും വരിക? 23 മൈനസ് 4 into 7 28 ആണ്. അപ്പൊ 5 ഈക്വൽ ടു എക്സിന് 4 ആണ് വരുന്നതെങ്കിൽ ഈ ടൈം ക്യാൻസൽ ആയി പോകും. ഇവിടെ b എന്ന് മാത്രം വരും. അപ്പൊ b ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇനി എക്സിന് 3 കൊടുത്താലോ? 23 മൈനസ് 21. അപ്പൊ 2 ഈക്വൽ ടു എക്സിന് 2 ആണെങ്കിൽ 2 അല്ലല്ലോ, 3 കൊടുത്തു കഴിഞ്ഞാൽ a എന്ന് വരും. എഴുതി തെറ്റിട്ടില്ലല്ലോ. എക്സിന് 3 ആകുമ്പോ 23 മൈനസ് 21 2 ഈക്വൽ ടു 4 മൈനസ് 3 1. അപ്പൊ a എന്ന് വരും. അപ്പൊ 2 ഈക്വൽ ടു a. ബിക്ക് 5, എക്ക് 2. ഞാൻ ഇങ്ങനെ തന്നെ അല്ലായിരുന്നു നേരത്തെ എഴുതിയേ. Okay, so this implies 23 minus 7x divided by x minus 3 into x minus 4 equal to 2 divided by x 3 minus x plus 5 divided by x minus 3 അല്ലായിരുന്നല്ലോ, 3 minus 6 3 minus 6 into 4 minus 6. Okay, 3 minus 6 plus 5 divided by 4 minus 6 എന്ന് എഴുതി. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇത് 1 by 1 minus xന്റെ എക്സ്പാൻഷൻ എന്താ? നമ്മൾ മക്ലോറിൻ സീരീസിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കേണ്ടതാണെന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 1 by 1 minus x ഏതാ? 1 plus x plus x square കണ്ടോ? ഈ ഫോർമുല ഇവിടെ എടുക്കാം. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? 1 by 1 minus x is equal to 1 plus x square plus etc ആണ് for mod x less than 1. അപ്പൊ അത് അങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞാൽ implies 2 divided by 3 minus 6. ഇതിനെ ഞാൻ 2 into 1 by 3 into 1 minus x by 3 ഇങ്ങനെ എഴുതുന്നു. So this is equal to 2 by 3 into 1 by 1 minus x by 3 ഇങ്ങനെ എഴുതാം. അപ്പൊ ഇതിനെ നമുക്കിപ്പോ പറഞ്ഞ ഫോർമുല പ്രകാരം 2 by 3 കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തിയിട്ട് into 1 plus x by 3 plus x by 3 the whole square plus etc എന്ന് എഴുതാം. For modulus of x by 3 less than 1. അതുപോലെ രണ്ടാമത് 5 by 4 minus x ആണ്. Similarly 5 by 4 minus x ഇതിനെ നമുക്ക് 5 by 4 into 1 minus x by 4 എന്ന് എഴുതാം. That means 5 by 4 into 1 by 1 minus x by 4. അപ്പൊ ഇതിനെ നമ്മൾ എക്സ്പാൻഷൻ കൊടുക്കുകയാണെങ്കിൽ 5 by 4 into 1 plus x by 4 plus x by 4 the whole square plus etc എന്ന് എഴുതാം. ഇത് രണ്ടും എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റിക്വയർഡ് സീരീസ് ആവും. ഓക്കെ, ഇതാ വേണ്ട. ഇത് മനസ്സിലായോ? മനസ്സിലായോ? പ്രശ്നമായോ? അപ്പൊ നിങ്ങൾ ഇതൊന്നും നോക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ പറയുക. ഇനി
അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്തായാലും ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി വേറെ ഏതെങ്കിലും ക്ലാസ് ഇതുപോലെ ലൈവായിട്ട് പറയണോ, അതോ ഇനി നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഷെയർ ചെയ്തതുപോലെ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്ത് തന്നാൽ മതിയോ? എങ്ങനെ വേണ്ടത് നിങ്ങൾ പറഞ്ഞോളൂ. ലൈവ് ക്ലാസ് നാളെയും ഇതുപോലെ വരണമെങ്കിൽ ഞാൻ വരാൻ നോക്കാം, കുഴപ്പമില്ല. എന്താ വേണ്ടേ?